നമസ്കാരം. 7 മണി ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ശാലിനി. ആദ്യം പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരസഭാ ഭരണം ഇക്കുറിയും നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ LDF. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ കനക്കും. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്ത്യ UAE വ്യാപാര ബന്ധം പുരോഗമിക്കുന്നെന്ന് ഗൗരവ് വല്ലഭ്. വാർത്തകൾ വിശദമായി. UDFിൽ നിന്ന് പിടിച്ചെടുത്ത ആലപ്പുഴ നഗരസഭാ ഭരണം ഇക്കുറിയും നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ LDF. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. 52 വാർഡുകളുള്ള ആലപ്പുഴ നഗരസഭയിലെ 35 സീറ്റ് നേടിയാണ് ഇടതുമുന്നണി കഴിഞ്ഞ തവണ UDFിൽ നിന്നും അധികാരം പിടിച്ചെടുത്തത്. കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്കു വേണ്ടി മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചെന്നാണ് ഭരണസമിതിയുടെ അവകാശവാദം. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാകും LDFിന്റെ പ്രചരണം. ഇത്തവണ സീറ്റ് നില മെച്ചപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയും LDFിനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും വോട്ട് ഉയർത്തിയെങ്കിലും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് LDFിന്റെ വിലയിരുത്തൽ. എന്നാൽ UDF തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാക്കുകയല്ലാതെ പുതിയതൊന്നും LDF ഭരണകൂടം ചെയ്തിട്ടില്ലെന്നാണ് UDFിന്റെ ആരോപണം. കഴിഞ്ഞ തവണ പാർട്ടിയിലുണ്ടായ തദ്ദേശ പ്രശ്നങ്ങളാണ് ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസ് വിലയിരുത്തിയത്. ആയതിനാൽ ഇത്തവണ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വിഭാഗീയത അവസാനിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാൽ ഭരണം തിരികെ പിടിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കിയെന്നതൊഴിച്ചാൽ നഗരസഭ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് BJP വാദം. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണം ലഭിച്ചവർ പാർട്ടിക്കൊപ്പം നിൽക്കുക എന്നാണ് BJPയുടെ പ്രതികരണം. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ കനക്കും. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും മധ്യ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ BJP സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊല്ലത്ത് നടന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള BJP പുതിയ സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗമാണ് ചേരുന്നത്. വിവാദങ്ങൾക്കിടെ BJP സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊല്ലത്ത് നടക്കും. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ചേരുന്നത്. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ JP നദ്ദയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ എയിംസ് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം സമവായത്തിലെത്തിയേക്കും. നിലവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും BJPയുടെ ജില്ലാ അധ്യക്ഷന്മാരും എയിംസിനായി നടത്തുന്ന വ്യത്യസ്ത അഭിപ്രായം പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട്. NSS, SNDP തുടങ്ങിയ സാമുദായിക സംഘടനകളുമായുള്ള ബന്ധം വഷളായതും യോഗത്തിൽ ചർച്ചയായേക്കും. ഇന്ന് രാവിലെ 9:45 തിരുവനന്തപുരത്തെത്തുന്ന BJPയുടെ ദേശീയ അധ്യക്ഷൻ റോഡ് മാർഗം കൊല്ലത്തെത്തും. മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചതിനു ശേഷം രാവിലെ ചേരുന്ന ജില്ലാ അധ്യക്ഷന്മാരുടെയും പ്രഭാരിമാരുടെയും യോഗത്തിലും JP നദ്ദ പങ്കെടുക്കും. നടൻ ദളപതി വിജയ്ക്കെതിരെ ആദായ നികുതി വകുപ്പ് പിഴ ചുമത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ താരം സമർപ്പിച്ച ഹർജി മദ്രാസ് കോടതി പരിഗണിച്ചു. നടൻ ദളപതി വിജയ്ക്കെതിരെ ആദായ നികുതി വകുപ്പ് പിഴ ചുമത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ താരം സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുകയുമാണ്. പിഴയൊടുക്കിയത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് വിജയുടെ വാദം. എന്നാൽ ആദായ നികുതി വകുപ്പ് മറിച്ചും വാദിക്കുന്നു. തമിഴക വെട്രി കഴകം പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ് വിജയ്. തമിഴ്നാട് യാത്രയ്ക്ക് തുടക്കമിട്ട വിജയുടെ പരിപാടിയിൽ ആയിരങ്ങളായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കെയാണ് പഴയ കേസ് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നത്. 3 മാസത്തേക്ക് തീരുമാനിച്ച തമിഴ്നാട് പര്യടനം വിജയ് അടുത്ത വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 1.5 കോടി പിഴയടയ്ക്കണം എന്നാണ് ആദായ നികുതി വകുപ്പ് വിജയിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈയൊരു ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിജയ് ഹൈക്കോടതിയെ സമീപിച്ചത്. സമാനമായിട്ടുള്ള കേസിലെ ഉത്തരവ് ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് C. ശരവണൻ ആവശ്യപ്പെട്ടിരുന്നു. വിജയുടെ ഹർജി ഒക്ടോബർ 10 വീണ്ടും കോടതി പരിഗണിക്കും. പിഴ ചുമത്താനുള്ള സമയപരിധി കഴിഞ്ഞ ശേഷമാണ് ആദായ നികുതി വകുപ്പ് ഉത്തരവ് ഇറക്കിയത് എന്ന് വിജയ് കോടതിയിൽ വാദിച്ചിരുന്നു. സമയപരിധി 2022 ജൂൺ 30 എന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ ഉത്തരവിൽ പിഴവില്ല എന്നും നിയമവശം പരിശോധിച്ചാണ് നടപടിയെടുത്തത് എന്നും ആദായ നികുതി വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. കേസിന്റെ തുടക്കം ഇങ്ങനെയാണ്. 2016-17 സാമ്പത്തിക വർഷം വിജയ് 35.42 കോടി വരുമാനം പ്രഖ്യാപിച്ചിരുന്നു.
ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന വേളയിലാണ് ബന്ധപ്പെട്ട രേഖകൾ നൽകിയിരുന്നത്. എന്നാൽ പുലി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് വിജയ്ക്ക് 15 കോടി ലഭിച്ചുവെന്നും അത് അക്കൗണ്ടിൽ കാണിച്ചില്ല എന്നും ആദായ നികുതി വകുപ്പ് പറയുന്നുണ്ട്. തുടർന്നാണ് 1.5 കോടി വിജയ് പിഴ അടയ്ക്കണമെന്ന് ഉത്തരവിട്ടിരുന്നത്. ഈ ഉത്തരവിനെതിരെ വിജയ് 2022 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സമയപരിധി കഴിഞ്ഞാണ് ആദായ നികുതി വകുപ്പ് ഉത്തരവ് ഇറക്കിയത് എന്നും വാദിച്ചു. അന്ന് വിജയ്ക്ക് കോടതി താൽക്കാലിക ആശ്വാസം നൽകിയിരുന്നു. വിജയ് സിനിമയിൽ നിന്ന് അവധിയെടുത്ത് രാഷ്ട്രീയത്തിൽ സജീവമായ വേളയിൽ ആദായ നികുതി വിവാദം കൂടി രാഷ്ട്രീയ ചർച്ചയാക്കി എടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലുടനീളം യാത്ര നടത്തുകയാണ് വിജയ്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് TVKയുടെ യാത്ര. സെപ്റ്റംബർ 20 മുതൽ ഡിസംബർ 20 വരെയാണ് നേരത്തെ യാത്ര പ്രഖ്യാപിച്ചിരുന്നത്. മധുരയിൽ സമാപിക്കുന്ന രീതിയിലായിരുന്നു ഷെഡ്യൂള്. എന്നാൽ കൂടുതൽ ജില്ലകളിലേക്ക് യാത്ര വ്യാപിപ്പിക്കാനാണ് വിജയുടെ പുതിയ തീരുമാനം. ഇതോടെ 2026 യാത്ര നീളും. ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പഴയ വിവാദം കുത്തിപ്പൊക്കി ഒരു പറ്റം ആളുകൾ രംഗത്ത് വരുന്നതും. ഇന്ത്യ UAE വ്യാപാര ബന്ധം പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം പ്രൊഫസർ ഗൗരവ് വല്ലഭ്. 3-4 വർഷത്തിനുള്ളിൽ വ്യാപാരം $100 ബില്യൺ ഇരട്ടിയാക്കുമെന്നും ഗൗരവ് പറഞ്ഞു. ഇന്ത്യ UAE വ്യാപാര ബന്ധം വളരെ നല്ല നിലയിൽ പുരോഗമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം പ്രൊഫസർ ഗൗരവ് വല്ലഭ്. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള എണ്ണ ഇതര സ്വർണ്ണമടക്കമുള്ള വിലയേറിയ ലോഹ വ്യാപാരം $100 ബില്യൺ ഇരട്ടിയാക്കുക എന്നത് നേടിയെടുക്കാവുന്ന കാര്യമാണെന്നാണ് ഗൗരവ് പറഞ്ഞിട്ടുള്ളത്. ഇനി ശക്തമായൊരു ഉഭയകക്ഷി ബന്ധം, UAEയിലെ വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹം, മോദി രൂപപ്പെടുത്തിയ ആഗോള ദക്ഷിണേന്ത്യൻ ചട്ടക്കൂട് എന്നിവ ഈയൊരു ലക്ഷ്യത്തെ യാഥാർത്ഥ്യമാക്കുന്നുവെന്നും വല്ലഭ് പറഞ്ഞിട്ടുണ്ട്. CEPA ഒരു ആരംഭ പോയിന്റ് മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താരിഫ് തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നത് കവാടം തുറക്കുന്നുണ്ട്. പക്ഷേ താരിഫുകൾക്കിപ്പുറമുള്ള സംഘർഷങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള പരിഹാരം ആവശ്യമാണ് എന്നും ഇതിന് 2 രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് എന്നും വല്ലഭ് ചൂണ്ടിക്കാട്ടി. ഈ $100 ബില്യൺ ലക്ഷ്യത്തിലെത്തുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേസമയം വ്യാപാരത്തിൽ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഫുഡ് പാർക്കുകളുമായിട്ട് UAE $2 ബില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവ വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ കാർഷിക ശേഷിയും ഭക്ഷ്യവിതരണത്തിൽ UAEയുടെ ആഗോള ഹബ് പദവിയും ഈ ഒരു മേഖലയെ സ്വാഭാവികമായി അനുയോജിക്കുന്നു. ഇന്ത്യയുടെ പ്രതിഭാപൂളും 2017 മുതൽ AI, റോബോട്ടിക്സ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ UAEയുടെ നിക്ഷേപങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒത്തുചേരലിന് വലിയ സാധ്യത ഉണ്ട് എന്നും വല്ലഭ് പറയുന്നുണ്ട്. ആഗോള കേന്ദ്രമെന്ന നിലയിൽ UAEയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനവും ഇന്ത്യയുടെ പൈതൃകവും മെഡിക്കൽ മത ടൂറിസത്തിന്റെ ശക്തികളും തമ്മിലുള്ള സമന്വയം ടൂറിസത്തിലെ വലിയ സാധ്യതകൾ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാര വികസനം, UAE വിഷൻ 2031, ഇന്ത്യയുടെ വികസിത ഭാരത് 2047 എന്നീ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുമെന്നും വല്ലഭ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ 2028ഓടെ 6.57% വളർച്ചയും പണപ്പെരുപ്പവും നിയന്ത്രണത്തിലുമായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വ്യാപാരം ശക്തിപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്നും വല്ലഭ് കൂട്ടിച്ചേർത്തു. സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ കലോത്സവ പരിപാടി നടന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി റിന്യൂവൽ സെന്ററിലാണ് സംഘടിപ്പിച്ചിരുന്നത്. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.